വിവോയുടെ വിവോ Y18 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു സ്മാർട്ട് ഫോൺ വിവോയുടെ ഇന്ത്യൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇനി സെയിൽ ഡേറ്റും അതുപോലെ തന്നെ വിലയും മാത്രമേ കൺഫേം ആവാനുള്ളൂ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതുവരെ വിവോയുടെ ഫോണുകളിൽ കാണാത്ത പുതിയൊരു കാര്യം ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y18 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 528 നിറ്റ്സ് ആണ്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് 185 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.39 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ ജെം ഗ്രീൻ അതുപോലെ തന്നെ സ്പേസ് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 4G പ്രോസസ്സറാണ്. വില 9,000 രൂപയ്ക്ക് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. കുറച്ച് പഴയൊരു പ്രോസസ്സറാണ് ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടേ ഈ ഫോണിൽ വരുള്ളൂ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ 4GB റാം 64GB ഇന്റേണൽ വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേറെ വെർഷൻസ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 4GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറെ ഈ ഫോണിൽ വരുന്നുള്ളൂ. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് സോഫ്റ്റ്വെയർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 13 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. f2.2 അപ്പേഴ്സിൽ വരുന്ന സെൻസറാണിത്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. 9,000 രൂപയ്ക്ക് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയൊരു കാര്യം വരുന്നു എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. അപ്പോൾ ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇപ്പം ആദ്യം ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഐഫോണാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാംസങ്ങിന്റെ ഫോണുകളിലും നമുക്ക് ചാർജറും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. ഇനി മുതൽ വിവോയുടെ ഫോണുകളിലും ചാർജർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവർ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണുകളിൽ നിന്ന് തന്നെ ചാർജർ എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോണുകളിലും ഇനി വിവോയിൽ ചാർജർ വന്നോളണം എന്നില്ല. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൺഫേം ആയിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈവൻ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. കാരണം മിക്കവാറും ഇതൊരു ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. അപ്പം ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു പ്രൈസിങ്ങും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സെയിൽ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ സെയിൽ ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വിവോയുടെ വിവോ Y18 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.